പുതിയമനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ എപ്പിസോഡിലെ പ്രഭാഷണ വിഷയം യഹോവ യാഷ എന്നുള്ളതാണ്. യാഷ എന്ന എബ്രായ പദത്തിന് അർത്ഥം രക്ഷ എന്നാണ്. ഗ്രീക്ക് പദം സൊറ്റീരിയോ എന്നാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യകത രക്ഷയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം രക്ഷയാണ്. ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം രക്ഷയാണ്. അതുകൊണ്ട് തന്നെ നാം ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കുവാൻ പരിശ്രമിക്കേണ്ടതുമായ വിഷയം രക്ഷയാണ്. രക്ഷയെന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ മോചനം, സ്വർഗപ്രവേശനം എന്നർത്ഥം. രക്ഷയ്ക്ക് വേണ്ടി പല മാർഗങ്ങളും മനുഷ്യരുടെ ഇടയിലുണ്ട്. ഒന്നാമത്തേത് നിഷേധ മാർഗമാണ്. രക്ഷയുടെ ആവശ്യകതയില്ല, കാരണം ദൈവമില്ല, മനുഷ്യന് അനശ്വരമായ ആത്മാവില്ല, മരണാനന്തര ജീവിതമില്ല എന്നിങ്ങനെ നിഷേധിക്കുന്ന മാർഗം നിരീശ്വരവാദമെന്നോ നിഷേധ മാർഗമെന്നോ പറയാം. രണ്ടാമത്തേത് അജ്ഞേയ മാർഗമാണ്. അറിയില്ല, ദൈവമുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, മരണാനന്തര ജീവിതം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, മനുഷ്യന് അനശ്വരമായ ആത്മാവുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, സംശയവാദം, അജ്ഞേയ മാർഗം. മൂന്നാമത്തേത് കർമ്മമാർഗമാണ്. മനുഷ്യന് ആത്മാവൊക്കെ ഉണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, പക്ഷെ സൽപ്രവർത്തികൾ ചെയ്ത് സ്വർഗപ്രവേശനം സാധ്യമാണ് എന്ന ചിന്ത. നാലാമത്തേത് ഭക്തിമാർഗമാണ്. ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നോ, ഏത് മതത്തിൽ വിശ്വസിക്കുന്നോ ആ മതത്തിൻ്റെ ഭക്തിയിൽ മുന്നേറുക, മതഭക്തിയിൽ മുന്നേറുക. വ്യാജ ദൈവമാണെങ്കിലും വ്യാജ ദൈവഭക്തിയിൽ മുന്നേറുക. രക്ഷ കിട്ടിക്കോളും എന്ന വിശ്വാസം. മറ്റൊന്ന് ജ്ഞാനമാർഗമാണ്. ലോകത്തിലെ വലിയ ജ്ഞാനം നേടുക, അപ്പോൾ പിന്നെ മതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. മതം മനുഷ്യനെ നശിപ്പിക്കും, ജ്ഞാനമാണ് ആവശ്യം എന്നിങ്ങനെയുള്ള ലൗകിക ജ്ഞാനമാർഗമുണ്ട്. വേറെ ചിലർ മതത്തിൻ്റെ ജ്ഞാനത്തിൽ വർദ്ധിക്കുക, ജ്ഞാനത്തിൽ കൂടെ അറിവ് വർദ്ധിക്കുമ്പോൾ രക്ഷ കിട്ടിക്കൊള്ളും എന്നിങ്ങനെ വിശ്വസിക്കുന്ന ജ്ഞാനമാർഗം കൂടിയുണ്ട്. വേറൊരു മാർഗം ഒത്തിരി മരണാനന്തര ജന്മങ്ങളിൽ കൂടെ കടന്നുപോയി എല്ലാവരും ഒടുവിൽ രക്ഷ പ്രാപിക്കും എന്ന ചിന്താഗതി. ലക്ഷക്കണക്കിന് ജന്മജന്മാന്തരങ്ങളിൽ കൂടെ കടന്നുപോയി കിട്ടുന്ന രക്ഷ. ബൈബിൾ ഇതൊന്നും ശരിയെന്ന് അംഗീകരിക്കുന്നില്ല. ബൈബിൾ പറയുന്നത് വിശ്വാസമാർഗമാണ്. എന്താണ് വിശ്വാസമാർഗം? മനുഷ്യൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപിയാണ്. മനുഷ്യനെ ദൈവസൃഷ്ടിയാകൊണ്ട് മനുഷ്യന് ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, അത് അനശ്വരമാണ്. മനുഷ്യന് മരണാനന്തര ജീവിതമുണ്ട്. പക്ഷേ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപിയായ മനുഷ്യന് അത് സ്വയം നേടുവാൻ കഴിയില്ല. ഒരു മാർഗം കൊണ്ടും മാനുഷിക പരിശ്രമത്തിലുള്ള ഒരു മാർഗം കൊണ്ടും അത് സാധ്യമല്ല. അതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യന് രക്ഷയൊരുക്കി. ദൈവമായ യഹോവ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വെളിപ്പെട്ടു. ആ കർത്താവ് രക്ഷകൻ എന്നർത്ഥമുള്ള യേശു എന്ന പേര് സ്വീകരിച്ചു. ആ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷകളൊക്കെ ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് പകരം യാഗമായി മരിച്ചു. നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിനായി അവിടുത്തെ പരിശുദ്ധമായ രക്തം ചീന്തി. നാം ഹൃദയം കൊണ്ട് ഈ സത്യം വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധമായ രക്തത്താൽ, പരിപാവനമായ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നു. അങ്ങനെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും. ഇത് രക്ഷയുടെ പ്രാരംഭഘട്ടമെന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവവചനത്തിൽ വളരണം. അതാണ് രക്ഷയുടെ രണ്ടാം ഘട്ടം. വിശ്വാസത്തിൽ നിലനിൽക്കണം. രക്ഷയിൽ വളരുവാൻ, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. 3 രക്ഷയുടെ പൂർത്തീകരണമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ നമ്മുടെ ഈ പഴയ ശരീരം മാറി പുതിയ ശരീരം ലഭിക്കുന്നു. അങ്ങനെ പുതിയ ശരീരത്തോടെ, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ നാം സ്വർഗത്തിലേക്ക് പരിപൂർണമായി എടുക്കപ്പെടുന്നു. രക്ഷയുടെ പൂർത്തീകരണം. രക്ഷയുടെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം എന്നും ഇതിനെ പറയാറുണ്ട്. രക്ഷയുടെ പ്രാരംഭഘട്ടം, രക്ഷയിലുള്ള വളർച്ച, രക്ഷയുടെ പൂർത്തീകരണം. ബൈബിൾ പറയുന്നു, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നാം രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട വേറൊരു നാമമില്ല, യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. മനുഷ്യനെ രക്ഷിപ്പാൻ, പാപിയായ മനുഷ്യനെ രക്ഷിപ്പാൻ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് സ്വർഗത്തിലേക്ക് കരേറി ഇനിയും ഭാവിയിൽ മടങ്ങി വരും എന്നിങ്ങനെയുള്ള രക്ഷാകരമായ സത്യങ്ങൾ എല്ലാവരും വിശ്വസിപ്പാനും അംഗീകരിപ്പാനും യോഗ്യമായ വചനമാണ്. ഇതുവരെയും രക്ഷയുടെ അനുഭവം പ്രാപിച്ചിട്ടില്ലെങ്കിൽ, സ്വർഗപ്രവേശനത്തെക്കുറിച്ച് ഉറപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ,
എത്രയും വേഗം യേശുക്രിസ്തുവിൽ കൂടെയുള്ള സൗജന്യമായ ഈ രക്ഷ കരസ്ഥമാക്കി രക്ഷയിൽ വളർന്ന് രക്ഷയിൽ നിലനിന്ന് യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ തേജസ്സോടെ എടുക്കപ്പെടുവാൻ ഒരുങ്ങിക്കൊള്ളുക. കർത്താവ് നൽകുന്ന ഈ സൗജന്യമായ രക്ഷയെ നിഷേധിച്ചാൽ കെടാത്ത തീ, ചാകാത്ത പുഴുക്കൾ, കരച്ചിൽ, പല്ലുകടി, ദണ്ഡനം, ഭയങ്കരമായ ദാഹമുള്ള അവസ്ഥ, ഒട്ടും ജലം കിട്ടാത്ത സ്ഥലം എന്നിങ്ങനെ ഒട്ടനവധി ദുഷ്കരമായ കാര്യങ്ങളുള്ള നരകത്തിലേക്ക് പോയി അവിടെ നിത്യമായ യാതന അനുഭവിക്കേണ്ടി വരും. ആ യാതനയിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ തള്ളിവിടാതെ യേശുക്രിസ്തു സകലർക്കും വേണ്ടി ഒരുക്കുന്ന സൗജന്യവും സമ്പൂർണമായ ഈ രക്ഷ സ്വീകരിച്ച് രക്ഷയിൽ വളർന്ന് രക്ഷയിൽ നിലനിന്ന് കർത്താവിൻ്റെ ആ ശ്രേഷ്ഠ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ, യേശുവിനോട് ചേർന്നുള്ള സ്വർഗീയവാസത്തിനായി ഒരുങ്ങുവാൻ കർത്താവിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്, അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ മന്നയുടെ പ്രഭാഷണ വാക്കുകൾ നിർത്തുന്നു. ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ.